സൂപ്പർ ടേസ്റ്റാണ്. നോക്കട്ടെ. ഒരു നല്ല അടിപൊളി മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ നേർത്തിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. കുറച്ച് കഷ്ണം, ഫുള്ള് വേണ്ട, കുറച്ച് കഷ്ണം. ഇതിപ്പം 4 കിലോ ഉണ്ട്, അപ്പോൾ അത്രയൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. ഇതിൻ്റെ തല നമുക്ക് ഇവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. മീൻ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് മസാല പുരട്ടണം, വറക്കാനായിട്ട്. ചെറുതായിട്ട് വറക്കത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് തുടങ്ങാം. കുരുമുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പ് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, നാരങ്ങ നീരൊഴിച്ച് കൊടുത്തു. അങ്ങനെ നമുക്ക് മസാല ഇതിൽ പുരട്ടി കൊടുക്കാം. ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ ഇവിടോട്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് മസാല നമ്മൾ മുളകൊന്നും ചേർക്കത്തില്ല, കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇനി നമുക്ക് 10 മിനിറ്റ് നമുക്ക് അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലൊന്ന് പിടിക്കട്ടെ ഇത് നാരങ്ങ നീര് ഉപ്പും ഒക്കെ. വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനായിട്ടുണ്ട് കേട്ടോ, നമുക്കെടുക്കാം. പൊടിഞ്ഞു പോകുന്ന മീനാണ്, അതിൻ്റെ കൂടെ നാരങ്ങ നീരൊക്കെ പുരട്ടിയപ്പോഴേ നല്ല സോഫ്റ്റായിട്ടുള്ള മീനാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ വറുത്തെടുത്തു. ആ എണ്ണയിലേക്ക് നമുക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ശകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. നമ്മുടെ മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ശകല നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ കേട്ടോ. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫിഷ് മസാല. അപ്പത്തിൻ്റെ കൂടെ വേണോ, പൊറോട്ടയുടെ കൂടെ വേണോ, എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഫിഷ് മസാല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
അടിപൊളിയാട്ടോ. അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ അല്ലേ? ദപ്പമാണ് അപ്പത്തിന്റെ കൂടെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ. അപ്പം ഈ കറിയും കൂടെ അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കറി കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ നമ്മുടെ പ്രസന്ന കിച്ചൺ എല്ലാവരും മറക്കാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ബൈ. ടാറ്റാ.